ഈ ഒരു ഒറ്റ മിസ്റ്റേക്ക് കൊണ്ട് നിങ്ങൾ 6 വർഷം എക്സ്ട്രാ ജോലി ചെയ്യേണ്ടി വരും. 50,000 രൂപ സാലറി ഉള്ള ആള് കോടീശ്വരനാവാൻ എത്ര സമയം വേണം? 50,000 രൂപ സാലറിക്കകത്തുനിന്ന് ഒരു 10,000 രൂപ, ഒരു 13-15% റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 കോടി രൂപ എത്തും. നോട്ട് ബാഡ് അല്ലേ? പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ സാലറി എന്ന് പറയുന്നത് ഒരിക്കലും ഫ്ലാറ്റ് അല്ല. ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ കൂടുന്ന സാലറിയാണ് ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ ഒരു ഗെയിം മിസ്സാവും. സാലറി ഹൈക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്? സെലിബ്രേറ്റ് ചെയ്യും, സ്പെൻഡ് ചെയ്യും. SIP സെയിം 10,000 രൂപ തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ഒറ്റ മൊമെന്റിന്റെ കോസ്റ്റ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ 6 വർഷം എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു ഷോക്കിംഗ് കാൽക്കുലേഷൻ കാണാം. രമേശ്, സുരേഷ് സെയിം സാലറിയാണ്. SIP സ്റ്റാർട്ട് ചെയ്യുന്നത് 10,000 രൂപയ്ക്കാണ്. രമേശ് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു. 10,000 രൂപ തന്നെ 20 വർഷത്തേക്ക് കണ്ടിന്യൂ ചെയ്തു. അങ്ങനെ 1 കോടിയിലെത്തി. അതേസമയം സുരേഷ് സാലറി ഹൈക്ക് കിട്ടിയപ്പോഴെല്ലാം 20% വെച്ച് കൂട്ടി. അങ്ങനെ കൂട്ടുമ്പോഴത്തേക്ക് ഏകദേശം 14 വർഷം കൊണ്ട് 1 കോടി റീച്ച് ചെയ്യും. ഉത്തരം ഇതാണ്. ഫ്ലാറ്റ് ആയിട്ട് 10,000 രൂപ 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ 1 കോടി എത്തും. അതേസമയം നമ്മൾ 20% സാലറി റൂളും കൂടെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏകദേശം 14 വർഷം കൊണ്ട് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. 6 ഇയേഴ്സ് സേവ് ചെയ്യാൻ പറ്റും. ഈ മിസ്റ്റേക്ക് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നിങ്ങളുടെ സാലറി ഹൈക്ക് സ്പെൻഡ് ചെയ്തത്. ഇനി ആ മിസ്റ്റേക്ക് വേണ്ട. അടുത്ത സാലറി ഹൈക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ 20% നിങ്ങൾ SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക, സ്റ്റെപ്പ് അപ്പ് ചെയ്യുക. അത് എത്ര ചെറിയ എമൗണ്ട് ആയാലും 500 റുപ്പീസ് ആയാലും ചെയ്യും. ഹാബിറ്റ് ആണ് ഇമ്പോർട്ടന്റ്, എമൗണ്ട് അല്ല.